ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ചോറിന് കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. വേറൊരു കറികളും ഇല്ലാത്ത ദിവസം ഇത് മാത്രം ഉണ്ടായാൽ മതി. നോൺ വെജിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. 10 മിനിറ്റ് വെച്ചാൽ മതി. ഇതേപോലെ ഉടയാത്ത രൂപത്തിൽ എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു അരപ്പാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും പെരിഞ്ജീരകം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ കൂടുതൽ ഫ്ലേവർ ഉണ്ടാവുക പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയ കാരണം 5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ അധികം ഉടഞ്ഞു പോവാതെ വേണം വേവിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് വേവിച്ചാൽ മതി. പിന്നെ ഉരുളൻകിഴങ്ങ് വേവിച്ച വെള്ളമൊക്കെ കളയണം കേട്ടോ. അത് ഇതിലൊഴിക്കരുത്. അത് ഊറ്റിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഈ മസാല ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുത്ത് മൊരിച്ചെടുക്കാം. ഒരു പൊട്ടാറ്റോ ഒരു ഫ്രൈ ആയ രൂപത്തിൽ എടുക്കാം നമുക്ക്. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി മസാല ഒക്കെ മൊരിഞ്ഞ് വന്ന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ കറികളൊന്നും ഇല്ലാത്ത ദിവസം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണ്. 10 മിനിറ്റ് മതി നമുക്ക് ഇതുണ്ടാക്കാൻ. അപ്പോൾ മീനും മുട്ടൊന്നും ഇല്ലാത്ത ദിവസം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടായാൽ മതി നമുക്ക് ചോറ് വയറ് നിറച്ചുണ്ണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.